ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിക്ക് ശേഷം മാതൃഭൂമി നൽകുന്ന സ്നേഹാദരവ് കൂടി ലാലേട്ടൻ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. വാസ്തവത്തിൽ രാജ് കപൂർ, ശിവാജി ഗണേശൻ ആ പട്ടികയിലേക്ക് മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലൂടെ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നത്. അതൊരു ഡിവൈൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഈശ്വര അനുഗ്രഹം പോലെ ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ നടന്നു പോയ ആൾക്കാർക്ക് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്തു. ഇത് വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാര്യം അത് കഴിഞ്ഞ് എനിക്ക് ആദ്യമായി കിട്ടുന്ന ഒരു സമ്മാനമാണ് മാതൃഭൂമിയുടെ നിന്ന്. മാതൃഭൂമിയായിട്ടും എനിക്ക് വളരെ വർഷത്തെ ബന്ധമുണ്ട്, ഒരുപാട് വർഷത്തെ, അവിടുത്തെ ഫാമിലി ആയിട്ടും ഒക്കെ. പിന്നെ മാതൃഭൂമിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി കൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആൻഡ് ഐ ആം സോ ബ്ലെസ്ഡ്, ഐ എം സോ ഹംബിൾ, ഡീപ്പ് ഹ്യൂമിലിറ്റി എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ വിഷ്വലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ ഭയങ്കര ടെൻഷനുണ്ട്. ആദ്യമായിട്ട് ഇത്രയും ദേശീയ അവാർഡ് മേടിച്ചെങ്കിലും ഒരു ടെൻഷനുള്ള പോലെ തോന്നുന്നു. വാസ്തവത്തിൽ അവാർഡ് മേടിക്കുമ്പോൾ അങ്ങനെ ടെൻഷനല്ല, അതൊരു ഓഡിയൻസ് സ്റ്റഡീസ് ഒരു എക്സൈറ്റ്മെൻറ്റ്, അറിയാത്ത ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അതായിരിക്കാം. മോർ ദാൻ ടെൻഷൻ ഇറ്റ് വാസ് എന്താ പറയേണ്ട ഒരു എക്സ്റ്റസി ആയിരുന്നു അങ്ങനെ പറയാം, അല്ലെ ഒരു എന്താ ഒരു ഉന്മാദം എന്നൊക്കെ പറയുന്നില്ലേ, നമ്മുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ പിനാക്കിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്ങനെ ആയിരിക്കാം. അത് പ്രേക്ഷകർ ഒരു കൗതുകത്തോടെ കണ്ടു. താങ്കളുടെ ഭാര്യയ്ക്ക് സുചിത്രയ്ക്ക് വേണ്ടി ഷാരൂഖ് ഖാൻ ഇങ്ങനെ സീറ്റ് മാറിക്കൊടുക്കുന്നു. എന്ത് പറഞ്ഞു ഷാരൂഖ് ഖാൻ? എന്ത് പറഞ്ഞു? അദ്ദേഹത്തെ ഒരുപാട് വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. ദേ ആർ ഓൾ ഹാപ്പി. അവർക്കൊക്കെ സന്തോഷം, അവരൊക്കെ വിഷ് ചെയ്തു. എന്താ പറയുന്ന ഒരു പ്രഷ്യസ് മൊമെൻറ്റ്. അത് ഇനി ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു വരാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. ഈശ്വരന് നന്ദി പറയുന്നു, പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അശ്വനി വൈഷ്ണവ് ഉഗ്രൻ നടൻ എന്ന് വിശേഷിപ്പിക്കുന്ന പോലെ സെക്രട്ടറി ലാലേട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മലയാളത്തിന് ഭയങ്കര അഭിമാനമുള്ള നിമിഷങ്ങളാണ്. വാസ്തവത്തിൽ മലയാള സിനിമയെ അവരുമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും മലയാളി ഇപ്പോൾ ഞാൻ ദൃശ്യം 3 ആണ് ചെയ്യുന്നത്. ദൃശ്യം എന്നൊരു സിനിമ മലയാള സിനിമയെ വേറൊരു കാര്യത്തിലേക്ക് മാറ്റി. കോവിഡ് കൊണ്ട് എന്താണ് നല്ലതുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയെ ലോകം അറിഞ്ഞു എന്നുള്ളതാണ് കാര്യം. ആ സമയം മുതൽ ദൃശ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ആ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ ഇപ്പം OTTയിൽ എല്ലാ ഭാഷയിലും ഇപ്പം ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ ഓക്കെ ഞങ്ങൾ ഹിന്ദിയിൽ കണ്ടോളാം എന്നാണ് പറയുന്നത്. പണ്ട് അങ്ങനെ ഇല്ല മലയാളത്തിൽ. അപ്പോൾ ഒരു ഹൈദരാബാദിൽ പോകുന്ന ഒരാൾ പറയും ഐ സോ യുവർ ഫിലിം, ഞങ്ങൾ തെലുങ്കുവിൽ കണ്ടു. സോ അതുകൊണ്ട് ഒരു വലിയ ഒരു ഓപ്പണിംഗ് ആണ്. ഒരു പാൻ ഇന്ത്യൻ എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റൊക്കെ മാറി ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉള്ള ആൾക്കാർ, അതായത് ഒരു 10-200 ഭാഷയിൽ നമുക്കൊരു സിനിമ ഡബ് ചെയ്യാൻ പറ്റും. അതിനുള്ള മെക്കാനിസം ഉണ്ട്, അതിനുള്ള ഗാഡ്ജറ്റ്സുകളുണ്ട്. അതാണ് പറഞ്ഞത്, സിനിമ വളരട്ടെ, നന്നായിട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പാതകളെ പിന്തുടരുകയാണ് പ്രണവ് മോഹൻലാൽ. ഈ അവാർഡ് അച്ഛന് കിട്ടിയപ്പോൾ മോന് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ എന്താണെന്ന് അറിയാൻ ആഗ്രഹമാണ്. പുള്ളി ഇന്ത്യയിലില്ല, ജർമ്മനിയിലാണ്. വിളിച്ചു, സന്തോഷം പറഞ്ഞു. അദ്ദേഹം അത്രയേ ഉള്ളൂ. അല്ല അതിൽ രണ്ടുപേരും അങ്ങനെയാണ്, കുഴപ്പമില്ല. അവർ രണ്ടുപേരും അവർക്കും എക്സൈറ്റഡ് ആണല്ലോ. അവർക്കൊരു മോർ ദാൻ പറയുന്ന ഈ വിഷ്വൽ കൂടെ ആണല്ലോ അവർ കാണുന്നത്. അപ്പോൾ അത് വേറൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. രണ്ടുപേർക്കും വളരെ പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആണെന്ന് പറഞ്ഞു. ബാക്കി അവരുടെ മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. മമ്മൂക്ക വിളിച്ചിരുന്നു എന്താ? ഞാൻ ഇങ്ങോട്ടും വിളിച്ചു, അങ്ങോട്ടും വിളിച്ചു. ഞങ്ങൾ അല്ലെങ്കിലും എല്ലാ ദിവസവും വിളിക്കുകയാണ്. എല്ലാ ദിവസവും നല്ല പറഞ്ഞു ഈ അവാർഡിനെ കുറിച്ച്. വളരെ സന്തോഷത്തോടെ അദ്ദേഹം സംസാരിച്ചു. കാരണം ഇത് ഇപ്പം എനിക്ക് മാത്രം കിട്ടുന്ന ഒരു അവാർഡായിട്ട് ഞാനിതിനെ കാണുന്നില്ല. അദ്ദേഹത്തിനും കൂടെ ഉൾപ്പെടുന്ന ആ ഫ്രറ്റേണിറ്റിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കിട്ടുന്ന ഒരു അവാർഡായിട്ടാണ്. അപ്പോൾ ഈ വസൂത്രയിൽ ബ്രദറിനെ കിട്ടിയതുപോലെയുള്ള രീതിയിൽ തന്നെയാണ്. അടുത്ത ദിവസം ലൊക്കേഷനിലേക്ക് തിരിച്ചു വരികയാണ്. അതെ. അവസാനം ഒരു ചോദ്യമുണ്ട്. ഈ നീല ഷർട്ട് മുണ്ട് ജോർജ് കുട്ടി 3 എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ മുണ്ടും ഷർട്ടും ഇട്ട് ജോർജ് കുട്ടി നടക്കുന്നു. അയാളിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് സിനിമ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ ഫ്രഷ് ഷോട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനിയും ആ സിനിമ മുന്നോട്ട് പോയി എത്രയോ ദിവസം ഷൂട്ട് ചെയ്യണം. അതിനിടയിൽ ജോർജ് കുട്ടിക്ക് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് അത് മൂവി എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും സിനിമയിലെ പ്രേക്ഷകർ മുഴുവൻ, അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ മുഴുവൻ, അതൊരു ഭാഷ മാത്രം മലയാളമല്ല, ബാക്കി എല്ലാ ഭാഷയിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിനോട് ഒരു നീതി കാണിക്കും. ഞാനല്ല, നമ്മുടെ സംവിധായകൻ. അതെ, അപ്പം ഞാനും അതിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്താ പറയേണ്ടത്, സിനിമ ഇറങ്ങണം, സിനിമ കാണണം,
എന്നിട്ട് അതിനെ നമുക്ക് വിലയിരുത്താം. പക്ഷേ മോശം സിനിമ ആയില്ല. കാര്യം വളരെ ആദ്യത്തെ സിനിമ ഹിറ്റായപ്പം രണ്ടാമത്തെ സിനിമ എടുക്കുമ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ പോകണം. എന്തായാലും ജോർജ് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഓക്കെ, താങ്ക് യു. മാതൃഭൂമി കുടുംബാംഗങ്ങൾക്കും ക്യാമറാമാൻ സുജോയ് ഒഡേഡിനും വിനീഷിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.